So, we will discuss S4 Maths numerical methods how to find the solution of an ODE topic. Discuss so, first we will see methods. Solution of ODE methods. One method is Euler's method. KTU syllabus one method Euler's method. രണ്ടാമത്തെ മെത്തേഡ് രംഗേക്കുട്ട മെത്തേഡ് നമ്മൾ ഷോർട്ട് ഫോമിൽ ആർകെ മെത്തേഡ് എന്ന് പറയാം. അതിൽ ഓർഡർ 2 ആണ് നിങ്ങൾക്ക് ഓർഡർ 4 ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ എന്തൊക്കെയാണ് ഓയിലേഴ്സ് മെത്തേഡ് പഠിക്കാനുണ്ട്, ആർകെ മെത്തേഡ് രംഗേക്കുട്ട മെത്തേഡ് ഓഫ് ഓർഡർ 4 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ആൻ ODE യൂസിങ് ഓയിലേഴ്സ് മെത്തേഡ്. സോ നമ്മൾ സാധാരണ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടാണ് കണക്കിലോട്ട് പോകുന്നത്. സോ ഈ വീഡിയോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു കണക്ക് ചെയ്തു നോക്കി അതിലൂടെ നമുക്ക് സ്റ്റെപ്സ് പഠിക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇഫ് dy by dx is equal to x plus xy plus y, h is equal to 0.05, y of 0 equal to 1, then calculate y of 0.15. ഒന്നുകൂടെ പറയാം. ഇഫ് dy by dx is equal to x plus xy plus y, h is equal to 0.05, y of 0 equal to 1, then calculate y of 0.15. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ ഈ കണക്ക് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എടുത്തെഴുതുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? dy by dx ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിന് നമ്മൾ f of x, y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? f of x, y is equal to dy by dx. ചില ക്വസ്റ്റ്യനിൽ y ഡാഷ് എന്നായിരിക്കും തരുന്നത്. സോ is equal to y ഡാഷ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് dy by dx is equal to y ഡാഷ് is equal to f of x, y. ഇനി അതിൻ്റെ കൂടെ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്. സോ എച്ച് ഈസ് ഈക്വൽ ടു 0.05. അടുത്തത് y ഓഫ് 0 ഈക്വൽ ടു 1 എന്നാണ്. അതെന്താണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഓഫ് x0 ആണ് അത് മീൻ ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യനിൽ y ഓഫ് 0 ഈക്വൽ ടു 1 അങ്ങനെയുള്ള എന്തെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് y ഓഫ് x0 ആയിട്ട് നമ്മൾ എടുക്കണം. സോ y ഓഫ് x0 ഈക്വൽ ടു y ഓഫ് 0 ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് y0 ഈക്വൽ ടു 1 വെൻ x0 ഈക്വൽ ടു 0. സോ ഒന്നുകൂടെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ f ഓഫ് x, y എന്ന് എടുത്തു. സോ f ഓഫ് x, y ഈസ് ഈക്വൽ ടു dy by dx വിച്ച് ഈസ് ഈക്വൽ ടു y ഡാഷ്. രണ്ടാമത്തെ കാര്യം എച്ചിൻ്റെ വാല്യൂ നമ്മൾ എടുത്തു. h ഈസ് ഈക്വൽ ടു 0.05. മൂന്നാമത്തെ കാര്യം y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ y ഓഫ് 0 ഈക്വൽ ടു 1 എന്നതിൻ്റെ മീനിങ് എന്താണ്? y ഓഫ് x0 ഈക്വൽ ടു y0 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് y0 ഈക്വൽ ടു 1 വെൻ x0 ഈക്വൽ ടു 0. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മറ്റൊരു ഡാറ്റ എന്ന് പറയുന്നത് ഫൈൻഡ് y ഓഫ് 0.15 എന്നാണ്. എന്താണ് ഫൈൻഡ് y ഓഫ് 0.15? അതിൻ്റെ മീനിങ് എന്താണ്? ഫൈൻഡ് y വെൻ x ഈക്വൽ ടു 0.15. ഫൈൻഡ് y വെൻ x ഈക്വൽ ടു 0.15. അതായത് x 0.15 ആകുന്ന സമയത്തുള്ള y-യുടെ വാല്യൂ കണ്ടെത്തുക. സോ ഇതിനാണ് നമ്മൾ എച്ചും x0 ഉപയോഗിക്കുന്നത്. എച്ചും x0 ഉപയോഗിക്കുന്നത് ഈ ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് x0 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 0 ആണെന്ന്. y ഓഫ് 0 ഈക്വൽ ടു 1 എന്നാണ് തന്നിരിക്കുന്നത്. സോ x0 ഈക്വൽ ടു 0. സോ x0 ഈക്വൽ ടു 0. ഇനി ഓരോ സക്സസീവ് എക്സ് ടേംസിൻ്റെ കൂടെ എച്ച് കൂട്ടി പോവുക. ഓരോ സക്സസീവ് എക്സ് ടേംസിൻ്റെ കൂടെ എച്ച് കൂട്ടി പോവുക. സോ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോർമുല കിട്ടി. x of n plus 1 is equal to x of n plus h. എന്താണ് x of n plus 1 is equal to x of n plus h? ഒന്നുമില്ല, പുതിയ എക്സ് ടേം എന്ന് പറയുന്നത് പഴയ എക്സ് ടേമിൻ്റെ കൂടെ എച്ച് കൂട്ടുക. പുതിയ എക്സ് ടേം എന്ന് പറയുന്നത് പഴയ എക്സ് ടേമിൻ്റെ കൂടെ എച്ച് കൂട്ടുക. സോ നമുക്ക് x0 0 ആണെന്ന് അറിയാം. സോ x0 0 ആണെങ്കിൽ x1 എന്തായിരിക്കും? പ്ലസ് h പ്ലസ് 0.05. സോ x1 is equal to 0.05. ഇനി അടുത്ത x2 എന്താണ്? x1ൻ്റെ കൂടെ h കൂട്ടുക. സോ x2 is equal to x1 പ്ലസ് 0.05. സോ അതെന്താകും? 0.1 എന്ന് കിട്ടും. അടുത്ത x3 എന്താണ്? x3 ഈക്വൽ ടു പ്രീവിയസ് ടേം x2 പ്ലസ് h. സോ 0.1ൻ്റെ കൂടെ 0.05 കൂടെ കൂട്ടുക. അപ്പോൾ 0.15. ഇനി ശ്രദ്ധിക്കുക, x3 0.15 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്താണ്? y വെൻ x ഈക്വൽ ടു 0.5 വരെ കണ്ടുപിടിച്ചാൽ മതി. സോ അത് രണ്ട് മാച്ച് ചെയ്തോ. സോ x3 വരെ നമ്മൾ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് y വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 3 എന്താണ്? കറസ്പോണ്ടിങ് y വാല്യൂസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. x3 ഈസ് ഈക്വൽ ടു 0.15. ആ എക്സിൻ്റെ ഏത് സംഖ്യയ്ക്കാണ് 0.15 കിട്ടിക്കുന്നത്? എക്സ് തേർഡ് ടേം x3. സോ 3. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ y3 വരെ ചെയ്യണമെന്നാണ്.
x3 ഈക്വൽ ടു 0.15 വരെയാണെങ്കിൽ y3 വരെ നമ്മൾ ചെയ്യണമെന്നാണ് ആ മീൻ ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. yn + 1 is equal to yn plus h into f of xn, yn. yn plus 1 is equal to yn plus h into f of xn, yn. ഇത് ഫോർമുല പഠിച്ചു വയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. പുതിയ ടേം ഇസ് ഈക്വൽ ടു പഴയ ടേം പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പഴയ ടേം. പുതിയ ടേം ഇസ് ഈക്വൽ ടു പഴയ ടേം പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പഴയ ടേം. ദാറ്റ് ഈസ് ന്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ പ്രീവിയസ് വാല്യൂ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് y0 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, y0 ഈക്വൽ ടു 1. അടുത്ത y1 കണ്ടുപിടിക്കണം. എങ്ങനെ y1 കണ്ടുപിടിക്കാം? y1 ഇസ് ഈക്വൽ ടു പ്രീവിയസ് ടേം y0 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ടേംസ് x0 y0. അടുത്തത് y2 ഇസ് ഈക്വൽ ടു പ്രീവിയസ് വാല്യൂ y1 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് വാല്യൂസ് x1 y1. y3 ഇസ് ഈക്വൽ ടു പ്രീവിയസ് വാല്യൂ y2 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ x2 y2. ഇതാണ് നമ്മുടെ ഫോർമുല. നമ്മൾ ക്വസ്റ്റ്യൻ്റെ അവസാനം എത്താറായി. y0 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, y1 കണ്ടുപിടിക്കുക, y2 കണ്ടുപിടിക്കുക, y3 കണ്ടുപിടിക്കുക. y3യുടെ ആൻസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? f of x y is equal to, ഞാൻ dy/dx എന്ന് പറയുന്നില്ല, പകരം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം നമുക്ക്. x plus xy plus y. സോ f of xy is equal to x plus xy plus y. ഇതിലാണ് നമ്മുടെ പ്രീവിയസ് വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് y0 അറിയാം, y0 ഈക്വൽ ടു 1. നൗ y1 കണ്ടുപിടിക്കുക. സോ y1 is equal to പ്രീവിയസ് വാല്യൂ y0 പ്ലസ് h ഇൻറ്റു പ്രീവിയസ് വാല്യൂ എല്ലാം ക്വസ്റ്റ്യനിൽ ഇടുക. സോ x0 പ്ലസ് x0 y0 പ്ലസ് y0. y0 നമുക്ക് 1 ആണെന്നറിയാം, പ്ലസ് h 0.05 ആണെന്നറിയാം. x0 പ്ലസ് x0 y0 പ്ലസ് y0. അതിൽ x0 എന്ന് പറയുന്ന ടേം 0 ആയതുകൊണ്ട് അതുള്ള എല്ലാ ടേംസും പോകും. പിന്നെ y0 മാത്രമേ ഉള്ളൂ, y0 1 ആണ്. സോ ഫസ്റ്റ് നമ്മുടെ ആൻസർ എന്തായിട്ട് കിട്ടും? 1.05 എന്ന് കിട്ടും. സോ നമുക്ക് ഇനി രണ്ടാമത് കണ്ടുപിടിക്കാനുള്ള y2 ആണ്. എന്താണ് y2? y2 ഇസ് ഈക്വൽ ടു പ്രീവിയസ് ടേം y1 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പഴയ ടേംസ്. സോ y2 ഇസ് ഈക്വൽ ടു y1 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് x പ്ലസ് xy പ്ലസ് y. അതിൽ പഴയ ടേംസ്. സോ x1 പ്ലസ് x1 y1 പ്ലസ് y1. സോ നമ്മൾ y1 എന്താണ്? y1 നേരത്തെ കണ്ടുപിടിച്ചു. y1 ഇസ് ഈക്വൽ ടു 1.05. എന്താണ് x1? x1 ഈക്വൽ ടു 0.05 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y2 ഇസ് ഈക്വൽ ടു 1.1076 എന്ന് കിട്ടും. ഒന്നുകൂടെ സ്റ്റെപ്പ് പറയാം. y2 ഇസ് ഈക്വൽ ടു പ്രീവിയസ് ടേം y1 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ x1 y1. സോ y2 ഇസ് ഈക്വൽ ടു y1 പ്ലസ് hന്റെ വാല്യൂ 0.05 ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു x1 പ്ലസ് x1 y1 പ്ലസ് y1. ഇത് എല്ലാ വാല്യൂസും കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എല്ലാ വാല്യൂസും കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.1076 എന്നാണ്. സോ നമ്മുടെ ഫൈനൽ ടേം ആണ് ഇനി ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഫൈനൽ ടേം എന്താണ്? y3. സോ y3 ഇസ് ഈക്വൽ ടു പ്രീവിയസ് ടേം y2 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ടേംസ് x2 y2. സോ എന്താണ്? y3 ഇസ് ഈക്വൽ ടു y2 പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ടേംസ് x2 y2. സോ എന്തായിട്ട് മാറും? y3 ഇസ് ഈക്വൽ ടു y2 പ്ലസ് h ഇൻറ്റു x2 പ്ലസ് x2 y2 പ്ലസ് y2. നമുക്കറിയാം hന്റെ വാല്യൂ 0.05 ആണ്, x1ന്റെ വാല്യൂ x2ന്റെ വാല്യൂ 1 ആണ്, y2ന്റെ വാല്യൂ എന്താണ്? 1.1076 ആണ്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് 1.1735 എന്ന ഉത്തരം കിട്ടും. സോ നമ്മൾ y3 ഈസ് ഈക്വൽ ടു 1.1735. സോ y3 എന്താണ്? y3 ഈസ് y വെൻ x ഈക്വൽ ടു 0.15. അതാണ് നമുക്ക് ആൻസർ വേണ്ടത്. അതിൻ്റെ ആൻസറാണ് നമുക്ക് വേണ്ടത്. ഫൈൻഡ് y ഓഫ് 0.15 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ y3 വരെ നമ്മൾ കണ്ടുപിടിക്കുക. സോ അതിൻ്റെ ആൻസർ എന്താണ്? 1.1735. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഒരു ഓയിലേഴ്സ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡാറ്റ എടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് xn പ്ലസ് 1 ഈസ് xn പ്ലസ് h. ദാറ്റ് ഈസ് എക്സിൻ്റെ പുതിയ ടേം എന്ന് പറയുന്നത് എക്സിൻ്റെ ഓൾഡ് ടേം പ്ലസ് h ചെയ്താൽ മതി. തേർഡ് സ്റ്റെപ്പ് കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കുക. y വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? yn പ്ലസ് 1 ഈസ് ഈക്വൽ ടു yn പ്ലസ് h ഇൻറ്റു f ഓഫ് xn, yn. അതായത് പുതിയ y വാല്യൂ ഈസ് ഈക്വൽ ടു പഴയ y വാല്യൂ പ്ലസ് h ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് ചെയ്യുന്നത്. ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലേഴ്സ് മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ODEയുടെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രംഗേക്കുട്ട മെത്തേഡ്, RK മെത്തേഡ് വെച്ച് എങ്ങനെ നമ്മൾ സൊല്യൂഷൻ ഓഫ് ODE കണ്ടെത്തുന്നതാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.